നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി എക്സിറ്റ് ഒക്കെ മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് നിഫ്റ്റി എന്നല്ല, F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ, ഈ ഒരു ചാർട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ദെൻ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഒരുപാട് വ്യൂസും ഡാറ്റാസൊക്കെ അവൈലബിൾ ആണ് 2 വർഷത്തെ. അപ്പം അത് മൊത്തത്തിലൊക്കെ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. അപ്പോൾ അതിൻ്റെ രാവിലെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിലാണ്. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൈം കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കുക. നമുക്കിപ്പോൾ സെപ്റ്റംബർ മാസത്തെ ലൈവ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പബ്ലിക് ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. പക്ഷേ ആദ്യമായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നവരൊന്ന് നേരിട്ട് വിളിച്ചതിന് ശേഷം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരിക്കലും കോളും ടിപ്പും പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്കും ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും, അല്ലെങ്കിൽ മെൻ്റലി ഒരു സ്ട്രെസ്സ് കുറക്കാൻ പറ്റും, ഓവർ ട്രേഡ് റിവെഞ്ച് കുറക്കാനൊക്കെ സാധിക്കും. അതൊക്കെ സാധിക്കുന്നതാണ്, സാധിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക. എനിവേ, നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ 1 ഡേ ക്യാൻഡിലാണ് ബേസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ RSI സ്റ്റിൽ 1 ഡേയിൽ അപ്സൈഡാണ്. അതായത് ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും അപ്സൈഡാണ്. എന്ന് വെച്ചിട്ട് റെഡ് ക്യാൻഡിൽ വന്നുകൂടായികയില്ല. നമ്മൾ മുകളിൽ അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 ഹൈ ലെവൽ നമ്മളൊന്ന് മേജറായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. 25,177, 25,170 കഴിഞ്ഞ് 2 മാസമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ 2 മാസമായിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇപ്പോൾ 25,171 എന്നുള്ള ഒരു ലെവല് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് 1 ഡേ ക്യാൻഡിലിൽ. അപ്പോൾ അത് നമ്മൾ നേരെ 4 മണിക്കൂറിൻ്റെയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ഔട്ട് ആക്കി. 4 മണിക്കൂറിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അത് റെഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കത് ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് നേരെ 2 മണിക്കൂറിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തു. 2 മണിക്കൂറിൽ മാർക്കറ്റ് ഇനിയും മുകളിലൊരു ഏരിയ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലെ പക്ക കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാക്സിമം സ്കാൽപ്പിങ് ചെയ്ത് കുറച്ച് പോയിന്റുകൾ എടുക്കാൻ നോക്കുന്നതാണ് വളരെ ബെറ്റർ. എപ്പോൾ ഒരു എൻട്രി എടുത്താലും, കാരണം ഫാൾസ് ബ്രേക്കൗട്ട് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മളൊരു ജെനുവിൻ ബ്രേക്കൗട്ട് ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ ബ്രേക്കൗട്ട് വരാതിരിക്കാം. പക്ഷെ നമ്മൾ കുറച്ചൊന്നും മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ബ്രേക്കൗട്ട് വന്നാലും നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് കയറ്റി മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കണം. 50 മിനിറ്റ്സിൽ സ്റ്റിൽ RSI ഡൗൺ സൈഡ് തന്നെയാണ്. ഇതൊരു ക്രോസ് ഓവറായി കയറാതെ നമുക്ക് ഒരിക്കലും സിക്ക് ഒരു പോസിബിലിറ്റി ഇല്ല. 25,032 ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ റിജക്ഷൻ വരാനുള്ള ഏരിയ എന്ന് വെച്ചാൽ 25,043 അതായത് 10 പോയിന്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടേ കിട്ടത്തുള്ളൂ. അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഒരു 30% എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് അത് 25,077 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട്
24,900 സ്ട്രൈക്ക് സിയിൽ സെലക്ട് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. ഇച്ചിരൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള അതാണ്. അതേപോലെ തന്നെ 25,200 പിയും സെലക്ട് ചെയ്യാം. അതും ഡെൽറ്റ വാല്യൂ ഇത്തിരി കൂടുതലുള്ളതാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെറിയ സ്ട്രൈക്കിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ 15 മിനിറ്റ്സിൽ നമ്മൾ ഓൾറെഡി ലെവലൊക്കെ ഇവിടെയും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പം 20 പോയിൻ്റ് എന്താണ് ഗ്യാപ്പ് അപ്പ് നിലവിൽ വന്നിരിക്കണം. 14 പോയിൻ്റ്, അതായത് ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ ആണ്. 65 പോയിൻറ്റ്സ് മാത്രമാണ് മറ്റേ ഇതിൽ ഓപ്പൺ ആയിട്ടുള്ളൂ. ഏതിലാ? ബാങ്ക് നിഫ്റ്റിയിൽ. അതും കൂടെ പറയണം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള 25,159 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ഏകദേശം നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കാം. ഏകദേശം അതായത് 25,152 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ ഡൗണിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഈ ഒരു 25,180 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 25,196, അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 25,239 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് കേട്ടോ, ഇൻഡെക്സിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യരുത്, ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഒരു എന്താ പറയണ, ഒരു ഫ്ലാഗ് പോലെയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ഒരു റീടെസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിലവിൽ 191 സ്ട്രൈക്ക് നിലവിൽ നിൽക്കുന്നത്. അത് 197 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 210 എന്ന് പറയുമ്പോൾ ഒരു 209 അല്ലെങ്കിൽ 208.5 ആ ലെവലിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം സിയിൽ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിലവിൽ RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 200 നമുക്കൊരു ടാർഗറ്റാണ്. പിന്നെയുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2 ടാർഗറ്റ് ഉണ്ട്, എന്നാലും 222 ഒരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ 238 ഒരു ടാർഗറ്റ് ഉണ്ട്. പിയെ സംബന്ധിച്ച് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ്, അതിനാണ് ഇന്നത്തെ പ്രാധാന്യം. ഏതിന് താഴത്തോട്ട് പോയാലാണ്? 171 താഴത്തോട്ട് പോയാൽ മാത്രമാണ്. അതിന് ഫസ്റ്റ് സപ്പോർട്ട് പിയുടേത് 180 ഫസ്റ്റ് സപ്പോർട്ട്. 180 താഴത്തോട്ട് പോയാൽ പിന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് 171 ഉള്ളൂ. അപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് പിയിലൊരു ഡൈവർജൻസ് വരണം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിൽ ഒരു വന്നാലും നമുക്ക് സപ്പോർട്ട് എടുക്കാൻ പറ്റുന്ന ഏരിയ 180, 171 അവിടെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ ടാർഗറ്റ് 192, 206, 220 നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ മാർക്കറ്റ് ഏതാണ്ടൊക്കെ ഓപ്പൺ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കിപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ ചിലപ്പോൾ ഒരു 25,180 പോയി ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഒരു റിവേഴ്സൊക്കെ എന്തായാലും വരും കേട്ടോ. പിയിൽ ചെറിയ മൂവ്മെൻറ്റ് വരും. കാരണം ഓപ്പൺ ചെയ്തിട്ട് ഒരു OHCL ക്രിയേറ്റ് ചെയ്യണം 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. അപ്പം നമ്മൾ എടുത്ത ഉടനെ തന്നെ ഗ്രീൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. പിയിൽ നമ്മൾ RSI ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പം നിലവിൽ RSI സി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അത് 25,180 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെയും കണ്ടിന്യൂഷനായിട്ട് മുകളിലോട്ട് 25,196 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൽ അത് ക്രോസ് ഓവർ ആവുകയും വേണം. മൈനസ് ഓപ്പൺ ആണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ 175 ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ 210 മൂവ്മെൻറ്റ്. 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന പിയിൽ 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല 205 ബ്രേക്ക് ചെയ്താൽ 210, 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 220 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്.
ആ 175 താഴത്തോട്ട് സി ഡൗൺ ആയാൽ പിന്നെ വരാനുള്ളത് 166 ഭാഗത്തേക്കാണ് പിന്നെ വരത്തുള്ളൂ. 175 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 15 മിനിറ്റ്സിൽ നമ്മൾ വരച്ചിരിക്കുന്ന നീല ലൈൻ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു മൂവ്മെൻറ്റ് അറിയാനായിട്ട് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, പിയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 210 മൂവ് ചെയ്യണം അടുത്ത ക്യാൻഡിൽ കേട്ടോ. ഈ ക്യാൻഡിലല്ല, അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് നമുക്കൊരു അറിയാനായിട്ട് പറ്റത്തുള്ളൂ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ഒരു സപ്പോർട്ടാണ്. ഇൻ കേസ് നെക്സ്റ്റ് ക്യാൻഡിൽ 175 താഴത്തോട്ട് വന്നാൽ പി ഇ 205 ബ്രേക്ക് ചെയ്ത് 210 220 മൂവ് ചെയ്യും. അനദർവൈസ് നെക്സ്റ്റ് ക്യാൻഡിൽ 175 സിയിൽ സപ്പോർട്ട് എടുത്താൽ സിയിലായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു 170 നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് സാധിക്കും. 175 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ആ 175 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. 197 കൺസോൾട്ടേഷൻ സോണാണ്. ഒരു റിജക്ഷനിലാണ് സി നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സിയിൽ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റോ ഒക്കെ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. കാരണം പിയിൽ 192 കൺസോൾട്ടേഷൻ സോണിലാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 180 ഫാൾ ആവുന്നത്. അപ്പോൾ സി 197 ആണ്, 192 അല്ല 197 കൺസോൾട്ടേഷൻ സോണാണ്. കാരണം പിയിൽ 192 കൺസോൾട്ടേഷൻ കീപ്പ് ചെയ്തപ്പോൾ സിയിൽ 192 പുതിയ കൺസോൾട്ടേഷൻ സോൺ വന്നിട്ടുണ്ട്. അതുക്കും മേലെയുള്ള കൺസോൾട്ടേഷൻ സോൺ 197 ആണ്. മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും രാവിലെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ അതൊരു ഗ്രീൻ ലൈനായിട്ട്, കാരണം നമ്മളൊരു ലൈൻ വരച്ച് വെച്ച ആ ഒരു ഏരിയയിലാണ്. ഫ്യൂച്ചറിൽ നല്ല മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, പക്ഷെ ആ വോളിയം സ്ട്രൈക്കിൽ കയറി വരുന്നില്ല. ഇനി ആൾക്കാർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് വരണം. വന്നു കഴിഞ്ഞാൽ സാധനം കയറി 205 ഭാഗത്തേക്കൊക്കെ പോകത്തുള്ളൂ. നമ്മൾ സിയിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. 175 താഴത്തോട്ട് വന്നാൽ മാത്രമേ സിയിൽ ഡൗൺ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഡൗൺ ഉണ്ടായാലും വലിയ ഡൗൺ ആയിരിക്കും വരാനായിട്ട് പോസിബിലിറ്റി ഉള്ളത്. അതാണ് നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ നോക്കണ്ട. രണ്ടാമത്തെ ക്യാൻഡിലിൽ ഒരു റിവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കേസ് പക്ക കൺസോൾട്ടേഷനാണ് രാവിലെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ 9:15 മുമ്പേ നമ്മൾ പറഞ്ഞത് എൻട്രി എടുത്താലും മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് ചെറിയ പോയിന്റുകളൊക്കെ എടുത്തിട്ട് മാക്സിമം മാറാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഒരു ലോങ് ഡ്രൈവിനുള്ള ടൈം എന്തായാലും ആയിട്ടില്ല. കാരണം ഈ ഒരു ബോക്സിന് പുറത്തേക്ക് പോകാതെ നമുക്കൊരു ഡ്രൈവ് ലോങ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുവരെ അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ഒരു റിജക്ഷൻ വന്നതിൻ്റെയാണ് ഇവിടെ മാർക്കറ്റ് മൂവ് ആയത്. ഇനി 205 ബ്രേക്ക് ചെയ്താൽ 210 പിയുടെ അടുത്ത മൂവ്മെൻറ്റ്. 205 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മൂവ്മെൻറ്റ് ആവത്തുള്ളൂ. ബ്രേക്ക് ചെയ്താൽ മാത്രമേ പി 210 220 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിലവിൽ സിയിൽ 175 നമ്മുടെ സപ്പോർട്ട് എടുത്തിരിക്കണേ. 175 സെക്കൻഡ് സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്.
ആ 175-ന് താഴത്തോട്ട് പോകാത്തത്രോളം കാലം നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ 175.16 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ളത് 170-ലേക്കാണ്. അങ്ങനെ 170-ലേക്ക് ഫാൾ ആവുകയാണെങ്കിൽ 205 ബ്രേക്ക് ചെയ്താൽ 210-ലേക്ക് പിയിലെ മൂവ്മെൻറ്റ് കിട്ടും. ഇപ്പോഴും 175 ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇത് ഡോജി ക്യാൻഡിൽ ആവുകയോ ബ്രേക്ക് വന്നാൽ ലെങ്തി ക്യാൻഡിലായിരിക്കും വരുന്നത്. നമ്മളതാണ് രാവിലെ വലിയ വലിയ മൂവ്മെൻ്റ് അല്ല, നമുക്ക് സ്കാൽപ്പ് ചെയ്ത് എടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. നല്ല സ്ട്രഗിൾ ആയിരിക്കും. അപ്പം നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ സ്കാൽപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. 209.30 വരെ വന്നിട്ടുള്ളൂ. അപ്പം അതിനർത്ഥം ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി പിയിലുണ്ടെന്നാണ് അർത്ഥം. ലെഫ്റ്റ് സൈഡ് ഓക്കെ. 211 ഇപ്പോൾ മാക്സിമം കയറ്റി വെക്കുക. ഇപ്പോൾ ഒരു ലോവർ ഡിവിഷനിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു മാർക്കറ്റിന് ബിഹേവിങ് വന്നുവെച്ചത്. കയറ്റി വെച്ചാലും ഈ പറഞ്ഞ പോലെ മറ്റേതിൽ കുറച്ച് കയറ്റി വെക്കുക. നല്ല സ്ട്രഗിളാണ്. ഇന്നലെ ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നു, അതിനുശേഷം ആ 175-ൽ സപ്പോർട്ട്, പിന്നെ അടുത്ത സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ 170-ലാണ്. 170-ൽ സപ്പോർട്ട് എടുത്തിട്ട് ഇന്നലെ ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇന്നലെ മാർക്കറ്റിൽ വന്നായിരുന്നു ഇതേപോലെ. അത് എത്ര മണിക്കാണ് വന്നത്? ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു മാർക്കറ്റിൽ കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. 170-ൽ നിന്ന് മാർക്കറ്റിൽ ചെറിയൊരു റിവേഴ്സ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് സപ്പോർട്ടിലാണ് റിവേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ സ്റ്റോപ്പ് ലോസ് ഒക്കെ കയറ്റി വെക്കുക എന്നുള്ളതാണ്. ഇത് 177 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ 210-ലേക്കൊക്കെ ആയിരിക്കും സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ 215 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആ 215-ഉം കൂടെ ബ്രേക്ക് ചെയ്താൽ 220, 219 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്കാൽപ്പിങ് മാർക്കറ്റിൽ നടക്കത്തുള്ളൂ. ഇന്നലെ ഇതേപോലെ മാർക്കറ്റ് ഒന്ന് സ്റ്റക്കായതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയത് ഏതോ ഒരു ക്യാൻഡിൽ ഇതേപോലെ മൂവപ്പ് ആയിട്ടൊന്ന് സ്റ്റക്കായതായിരുന്നു ഇന്നലെ. ഇന്നും അതേപോലെ തന്നെയാണല്ലോ. ഇവിടെ ഇത്രയും ഭയങ്കര കൺസോൾട്ടേഷനാണ് ഇന്നലെ നടന്നേക്കണേ. അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഈ നാറാണത്തുപ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 220 ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ക്യാൻഡിലായിരിക്കും വരുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വാക്വം സ്പേസസ് ഉണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ RSI ഒരു ക്രോസ് ഓവർ വന്നിട്ട് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അതുവരെ നമുക്ക് പിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം. സ്റ്റെപ്പായിട്ടേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ.
അതാണ് നമ്മൾ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റോ കയറ്റിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞത്. കാരണം ഭയങ്കര കറക്ഷനുള്ള ഏരിയാസാണ്. 215 ഇഞ്ച് അഡീഷണൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 219 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഞാൻ ഉദ്ദേശിക്കുന്നത് 15 മിനിറ്റ്സിൽ ഈ ഒരു പോയിന്റ് ഉണ്ട്, അതായത് 25,129 ആ ഭാഗത്തേക്കാണ് സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നത്. വലിയ ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റിൽ RSI ഇപ്പോഴും ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വരണം. 219, 220, 219.90 നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 219.90, 220 ഇപ്പോൾ ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. കാരണം ഇനി അടുത്ത ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 231 ഹൈവേയിലേക്ക് തടസ്സങ്ങളൊക്കെ ഭേദിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഹൈ വോളി ആയിരിക്കും എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഇനി വരുന്നത്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞ ലെവലിലേക്കാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇനി മാർക്കറ്റ് 15 മിനിറ്റ്സിൻ്റെ 25,114 വരുന്നത്. ഇതൊരു റിജക്ഷൻ പോയിന്റിലാണ് ഫ്യൂച്ചർ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റിന് ഇനിയുള്ള മൂവ്മെൻറ്റ്. 25,125 ഇന്നലത്തെ വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റിലേക്ക് എന്തായാലും വരത്തുള്ളൂ. $225 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മൾ 210 നമ്മൾ പറഞ്ഞത്, 10ഉം 11 പോയിന്റ്. ഇത് ക്രോസ് ഓവർ ആവാതെ, അതായത് ഈ ഒരു RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിവേഴ്സ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. കാരണം നമ്മൾ പറഞ്ഞ സപ്പോർട്ടിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുട്ടി, മനസ്സിലായോ? അത് ഒരു ടാർഗറ്റായിട്ട് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇനി അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് രീതിയിൽ ഫോം ആവുന്നതിനെ ബേസ് ചെയ്തിരിക്കും അടുത്ത 15 മിനിറ്റ്സിൽ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്രോസ് ഓവറും കൂടെ കിട്ടണം. ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്കൊന്നും പറയാനും പറ്റില്ല. ഇപ്പോൾ ഹൈവേയിൽ കയറി നിൽക്കുകയാണ്. ചെറിയ ഫ്ലക്ച്വേഷനൊന്നും അല്ല മാർക്കറ്റിൽ വരുന്നത്, ഹൈ ഫ്ലക്ച്വേഷനാണ് വരുള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അതുകൊണ്ടാണ് സെയിം ഇവിടെ അതേപോലെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇതൊരു സീൽ സംബന്ധിച്ച് ഇതൊരു റിവേഴ്സ് സൈനാണ്. കാരണം ഇവിടെ ഒരു ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് എന്തായാലും ശ്രമിക്കും, ഈ ഒരു ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി 166 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ നിൽക്കുന്നത് ഒരു ബ്ലൂ ലൈനിൻ്റെ ലോവർ വിക്കിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഹൈയും 166 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് പിൻബാറായിട്ട് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ പിൻബാറായിട്ട് ഫോം ചെയ്യുമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മോർണിംഗ് സ്റ്റാർ ആയിട്ടോ ഫോം ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ അടുത്ത റിവേഴ്സ് സൈൻ എന്തായാലും മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു റിവേഴ്സ് സൈനിലേക്ക് മാർക്കറ്റ് ഓൾറെഡി വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ഡയറക്ഷൻ അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദ്യത്തെ മൂവ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞു, അതായത് ഇവിടെ ഗ്രീൻ ലൈനിലേക്ക് നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു ബ്ലൂ ലൈൻ നമ്മൾ വരച്ചു വെച്ചു. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 25,125 നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അവിടെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 2 മിനിറ്റിൽ സിയിൽ ക്രോസ് ഓവർ ആവാതെ, ഒരു സൂചന തരാതെ നമുക്കൊരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനും പറ്റില്ല. $210 നിന്നാണെങ്കിലും
225 വരെ, അതായത് ഇത് ഇവിടെ മുട്ടുന്ന സമയത്ത് 225 വരെ, 225 മുകളിൽ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം സംബന്ധിച്ച് പറയാനുള്ളത്, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 210 നിന്നാണെങ്കിലും ഒരു 12 ഒരു 5 പോയിൻ്റൊക്കെ കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഞാനത് 5 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം, അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള മുഖം നമുക്കറിയാൻ പറ്റും. 5 മിനിറ്റ്സിലും RSIയുടെ ഒരു ക്രോസ് ഓവർ വക്കിലാണ് മാർക്കറ്റ് RSIയിൽ നിൽക്കുന്നത്. ക്രോസ് ഓവർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, കൺഫേം ആയിട്ടില്ല. 5 മിനിറ്റിന് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അടുത്ത ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞത് 236 5 മിനിറ്റിനെ ബേസ് ചെയ്ത്. നമുക്ക് ഇപ്പുറത്തും 5 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡയറക്ഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോങ് ഹോൾഡിങ്ങിന് എപ്പോഴും ബെറ്റർ 5 മിനിറ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് ഈ നോയ്സസ് കുറക്കാനായിട്ട് സാധിക്കും. ഒരു 210 നിന്ന് ഒരു 220 ട്രെയിൽ ചെയ്ത് വെച്ചാലും 10 പോയിന്റ്. 236 ബ്രേക്ക് ചെയ്യാതെ എന്തായാലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് മൂവ്മെന്റ് ആവത്തില്ല. കുറച്ച് കഴിയുമ്പോൾ സിയിലേക്ക് ഒരു മൂവ്മെന്റ് വരും, വലിയ സമയമൊന്നും വേണ്ട. സിയിലേക്ക് ഒരു ഡൈവർജൻസ് വരാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ തന്നെ അറിയാൻ പറ്റും. 5 മിനിറ്റിലാകുമ്പോൾ ഈ 2 മിനിറ്റിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ വരില്ല. ഒരു എൻട്രിക്ക് 2 മിനിറ്റ് നോക്കാം, പിന്നെ 15 മിനിറ്റ്സിലേക്കും 5 മിനിറ്റിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 236 അപ്പോൾ 220 ട്രെയിൽ ചെയ്ത് വെച്ചാലും 9 പോയിന്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ 220 താഴെ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ 236 ഒരു റിജക്ഷൻ വരുമ്പോൾ അവിടെ എക്സിറ്റ് ആവാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു ക്രോസ് ഓവർ RSIയിൽ വന്നിട്ടില്ല, മുട്ടാൻ തയ്യാറായിട്ട് ഒരു അലർട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് സൂക്ഷിക്കുക, ഏത് നിമിഷവും മാർക്കറ്റ് തിരിച്ചു വരാം. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കയറ്റി വെക്കുക. കാരണം 229 നിൽക്കുന്നത് നമുക്ക് 2 പോയിന്റോ 3 പോയിന്റോ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാനായിട്ട് പറ്റത്തില്ല, അത് ഹിറ്റ് ചെയ്ത് പോകും. ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള സ്ട്രൈക്ക് പ്രൈസാണ്. ഇവിടെ 1 2 3 4 5 ക്യാൻഡിലൊക്കെയാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതേപോലത്തെ സ്ട്രഗിൾ ഈ ഭാഗത്തും വരും, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെങ്തി ക്യാൻഡിലൊക്കെ ഫോം ചെയ്തേക്കണ കാരണം അതേ ഒരു സിറ്റുവേഷൻ തന്നെ ഈ ഭാഗത്തും വരും. ഇപ്പോൾ ഒന്നെങ്കിൽ 10 പോയിന്റിൽ ലോക്ക് ചെയ്തിടുക, അല്ലാന്നുണ്ടെങ്കിൽ 236 എക്സിറ്റ് ആവും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതല്ലാതെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ 227 ഇറങ്ങുക, ഇവിടെ മതി എന്നുള്ള തീരുമാനം എടുക്കുക. ടെൻഷനുള്ള ആൾക്കാർക്ക് അവിടെ ഇറങ്ങാം, ഇല്ലെങ്കിൽ 220 ട്രെയിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ 236 ഇറങ്ങുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കാം. ഡിപ്പെൻസ് അപ്പോൺ ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ അതിനെ ബിഹേവ് ചെയ്യുന്നു എന്ന് തന്നെ ബേസ് ചെയ്തിട്ടിരിക്കും. എന്നെ സംബന്ധിച്ച് 10 മതി, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 236 ടച്ച് ചെയ്യണം. അതിനപ്പുറത്തേക്കൊരു തീരുമാനം എനിക്കില്ല. ബോഡി ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു എക്സിറ്റ് പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് പറയൽ അസംഭവ്യമാണ്. കാരണം ഇവിടെ വിക്കുകളുടെ ഒരു ഹൈ ഉണ്ട്, ബോഡികളുടെ ഹൈ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എക്സാക്റ്റ് ഒരു എക്സിറ്റ് പ്രൈസ് നമുക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് തൃപ്തിയായിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ സംബന്ധിച്ച്. കാരണം ഏത് നിമിഷവും സിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരും, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ വരും. അതായത് പിയിലേക്ക് ലോങ് ഡ്രൈവ് ആണ് ഇന്ന് വരാൻ ചാൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഒരു 10 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സിയിലേക്ക് ഡൈവർജൻസ് കറക്റ്റായിട്ട് പോകും. 10 നിന്ന് 231, അപ്പോൾ 210 ഒരു എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21 പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 231 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല 5 മിനിറ്റ്.
ഇവിടെ RSI ഒരു ക്രോസ് ഓവറിൻ്റെ സൂചന വന്നിട്ട് ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ബ്രേക്ക് ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ സ്പേസ് ആണ് കിടക്കുന്നത് പിയിൽ. $234 2 പോയിന്റും കൂടെ ഉണ്ടെങ്കിൽ 236, 237. അപ്പോൾ ഇതാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് അതിൽ കുറച്ച് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ലെവലിലേക്ക് മാർക്കറ്റ് വരും. 30 മിനിറ്റായി. എന്തായാലും വീഡിയോ ഞാനൊന്ന് പോസ് ചെയ്യാണ്. ഇപ്പോൾ യെല്ലോ ലൈനിൻ്റെ ബോട്ടത്തിലേക്കാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വന്ന് നിൽക്കുന്നത്. സമയം എത്രയായി? 9:41. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്ത 4 മിനിറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 230 ട്രെയിൽ ചെയ്ത് വെച്ച് എന്തായാലും അത് വന്ന് ഹിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 210 അല്ലെങ്കിൽ 207 ഭാഗത്താണ് നമ്മളിതിൻ്റെ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. 207 മുതൽ 236 വരെ ഈസി ആയിട്ട് 2 ട്രേഡിലായിട്ടാണെങ്കിലും ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ 240 RSIയുടെ ക്രോസ് ഓവർ വന്നിട്ടില്ല. 235, 240 ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ളത് 253. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ളത് 340 ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും പോകാനുള്ള സ്ട്രെങ്ത്ത് മാർക്കറ്റിനില്ലെങ്കിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. 30 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റാം. 30 മിനിറ്റിൽ മാർക്കറ്റ് 248 ടച്ച് ചെയ്യാനുണ്ട്. 30 മിനിറ്റിൽ മാർക്കറ്റ് 240, 248, അതായത് ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിലവിൽ നിൽപ്പുണ്ട് 30 മിനിറ്റിൽ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രൈക്ക് 30 മിനിറ്റിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം ഇന്നലത്തെ ഡേയിൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതേ ലെങ്തി ആയിട്ടുള്ള ക്യാൻഡിൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 1/3 ആയിട്ട് മൂവ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും നോക്കാം. എനിവേ നമുക്ക് ഈ RSI 30 മിനിറ്റിൽ ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ടോപ്പിലാണ് മാർക്കറ്റ് ഏകദേശമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞ ലൈൻ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും മഞ്ഞ ലൈനൊക്കെ മാർക്കറ്റ് മുട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുശേഷം മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിക്കാം. ചെറിയ മൂവ്മെൻ്റ് ഒക്കെ സീയിൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റിൽ $207 മാർക്കറ്റ് ഡൈവർജൻസ് ആയിട്ടുണ്ട്. ഇതൊരു പിൻബാറായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു. അവിടെ നിന്ന് നേരെ, അതായത് കയറേണ്ട സ്ഥലത്ത് കയറുക, ഇറങ്ങേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ മാക്സിമം കയറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇനി 4 മിനിറ്റ് ക്യാൻഡിലൊന്ന് സെറ്റിൽ ആവാനുള്ള ടൈമാണ്. RSI ഇവിടെ നിന്ന് ഈ ക്രോസ് ഓവർ വരെ ഈസി ആയിട്ട് 210 നിന്ന് 236 വരെ. ഇതിൻ്റെ ഹയർ ലെവലൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ചാൻസസ് ഒരുപാട് ഇനിയുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 167 ഇതൊരു പിൻബാറാണ്, ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും 167, 172 കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു ലോങ് ഹോൾഡിങ്ങിന് പോസിബിലിറ്റി ഉള്ളൂ. 50 മിനിറ്റ്സിലൊരു പിൻബാറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്യാൻഡിൽ പിൻബാറായി ഫോം ചെയ്താൽ ഒരു റിവേഴ്സിന് ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതാണ് 9:45 ക്യാൻഡിലിൽ രണ്ടാമത്തെ ക്യാൻഡിലിൽ പ്രത്യേകതയുണ്ട്. ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ അനുസരിച്ചിട്ടേ മാർക്കറ്റിലടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 236 വളരെ സ്മൂത്തായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു പിൻബാർ, ഇവിടെയും ഒരു പിൻബാർ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രീവിയസ് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്ത് 25,100ലേക്കും, നേരെ മറിച്ച് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് തന്നെ പോരും. കാരണം എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ ഒരു സ്ട്രഗിളിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 5 മിനിറ്റിൽ ഈ RSIയും കൂടെ കംപ്ലീറ്റ് ആയാലാണ്, ഈ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ദഹിക്കത്തില്ല. കാരണം മാർക്കറ്റിലൊരു ഡയറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. എങ്കിലേ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. നിലവിലൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ സ്ട്രൈക്കിൽ 30 മിനിറ്റിൽ സ്ട്രൈക്കിൽ മഞ്ഞ ലൈൻ മുട്ടാനായിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. എത്ര? 241. നമ്മൾ ഓൾറെഡി 240 എക്സിറ്റ് ആയതാട്ടോ, അത് വേറെ കാര്യം. പക്ഷേ വീണ്ടും എന്തുകൊണ്ടാണ് അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇത് വീണ്ടും 241 ബ്രേക്ക് ചെയ്യും. അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയുടെ ആ ഭാഗത്തേക്ക് യെല്ലോ ലൈൻ ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇവിടെ ചെന്ന് യെല്ലോ ലൈനിൽ മുട്ടിയിട്ടേ അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചറിൻ്റെ ക്യാൻഡലിൽ ഇത്രയും വലിയൊരു ലോ ഉണ്ടാക്കി വെച്ചേക്കണം എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോഴും റിവേഴ്സ് സൈൻ തന്നെയാണ്. ഇതൊരു ലോ വന്നാലും പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ വരുന്നതിന് മുമ്പേ 30 മിനിറ്റ് ഇവിടെ ഈ ഒരു SMA അഗെയിൻ മുട്ടണം. അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വെയിറ്റ് ചെയ്യണം. മുട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ 30 മിനിറ്റ്, ഇവിടെ 5 മിനിറ്റ്, ഇവിടെ 15 മിനിറ്റ്സ്, ഇത് മൂന്നും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു തീരുമാനം അറിയാനായിട്ട് സാധിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഡോജി ഈ പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അപ്പും, ലോ ബ്രേക്ക് ചെയ്താൽ വീണ്ടും താഴത്തോട്ട് വരും. പിന്നെ അതേപോലെ സിയിൽ 5 മിനിറ്റിൽ 167 ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം സിയിൽ മൂവ്മെൻ്റ് ഉണ്ടാവത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 241 SMA നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊരു മാഗ്നറ്റിക് വലിവ് എന്തായാലും 30 മിനിറ്റിലുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളൊരു എൻട്രി എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ 3 സ്ക്രീൻ ആക്കിയത്. നേരത്തെ നമ്മൾ 2 സ്ക്രീൻ ആയിരുന്നു, ഞാനത് 3 സ്ക്രീനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനത് 4 സ്ക്രീൻ ആക്കാനുള്ള തയ്യാറെടുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ അക്യുറസി, അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. പലരും വിചാരിക്കും ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തു കഴിയുമ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്നു. അപ്പോൾ അത് വരാതിരിക്കാൻ മാർക്കറ്റിലുണ്ടാകുന്ന പോസിബിലിറ്റീസ് മൂവ്മെൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരു പക്ക മൂവ്മെൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പല ടൈം ഫ്രെയിം നോക്കുന്നതിൻ്റെ റീസൺ. 167 ബ്രേക്ക് ചെയ്താൽ 172 ഒരു മൂവ്മെൻറ്റ് കിട്ടും. ആദ്യത്തെ മൂവ്മെൻറ്റ് അവിടെ ആയിരിക്കും. ഇതൊരു പ്രതീക്ഷകൾ മാത്രം കേട്ടോ. ഈ യെല്ലോ ലൈൻ മുട്ടും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയിൽ നമ്മൾ ഹോൾഡ് ചെയ്യല്ല, വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഡൗണിലേക്ക് വന്നാലും, അതായത് 30 മിനിറ്റിൻ്റെ സ്ട്രൈക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു 5 ക്യാൻഡിൽ 30 മിനിറ്റിൻ്റെ വന്നാലും RSI 0 to 100 മൂവ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അടുത്ത 30 മിനിറ്റിൽ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ RSI വീണ്ടും താഴത്തോട്ട് ഇറങ്ങും. അപ്പം നമ്മൾ എക്സിറ്റ് ചെയ്തതിൻ്റെ തൊട്ട് താഴത്തായിരിക്കും ഈ യെല്ലോ ലൈൻ വന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെയും മുട്ടാം, SMA മുട്ടാം. അതിനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കോംപ്ലിക്കേഷൻസ് ആയി പോകും. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഈ ബിഗിനേഴ്സ് അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകൾക്ക് എൻ്റെ 1.5 വർഷത്തെ 2 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കിളി പറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം നമ്മൾ സിയിലേക്കൊരു മൂവ്മെൻറ്റ് ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊരു സൈനാണ് ഈ ഒരു പിൻബാർ. ഈ പിൻബാറിനെ ബേസ് ചെയ്തിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ RSI ഓൾറെഡി 5 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 240 നമുക്ക് എക്സിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഏത് നിമിഷവും സിയിലേക്ക് ഡൈവർജൻസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഇത്രയും ഐഡൻറ്റിഫിക്കേഷൻ വെച്ചിട്ട് നോക്കിയതുകൊണ്ടാണ് നമുക്കൊരു 80% അക്യുറസി ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നത്.
സിയിൽ അതൊരു സ്റ്റേബിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 167 കൂടെ ബ്രേക്ക് ചെയ്താലാണ് സ്റ്റേബിളായിട്ട് മാർക്കറ്റിൽ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ 30 മിനിറ്റിൽ നമ്മളൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 30 മിനിറ്റ് കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. RSI 5 മിനിറ്റിൽ പോസിറ്റീവ് സൈഡിലേക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെയുള്ള പിൻബാർ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ അടുത്ത ക്യാൻഡിലിൽ, അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ ഫോം ആയപ്പോഴേ പറഞ്ഞതാ ഈ ക്യാൻഡിലിന് ഇമ്പോർട്ടൻസി ഉണ്ട്. അത് പിൻബാറായിട്ട് ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് RSI ക്രോസ് ഓവർ കാണിച്ചു. ഏത് സമയത്തും സിയിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് മാർക്കറ്റിൽ സിയിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടായി. ഏകദേശം നമ്മൾ വരച്ച ബ്ലൂ ലൈനിലാണ് സി ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ കിട്ടിയ 172 ആണ്. 172 ബ്രേക്ക് ചെയ്ത 180 അതങ്ങനെ നീണ്ടു നിവർന്നിട്ട് അങ്ങനെ പോട്ടെ. ഓക്കെ, മാർക്കറ്റ് 172 ആയി. 177 180 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 184ലേക്ക്. അപ്പോൾ RSI ക്രോസ് ഓവർ അതിൻ്റെ സൂചന ഏത് നിമിഷവും മാർക്കറ്റ് റിവേഴ്സ് ആവും എന്നുള്ള സൂചന. അത് മാർക്കറ്റ് 181 184 ഒരു റിജക്ഷൻ പോയിൻ്റ് ആണ്. ഒരു ക്വിക്ക് റിജക്ഷൻ 184 വരാം. ആ 184 ഇപ്പം മുകളിൽ മാർക്കറ്റ് അതേ ഭാഗത്തേക്ക്. അപ്പോൾ വളരെ അക്യുറസി ആയിട്ടുള്ള എൻട്രിയാണ് നമുക്ക് കിട്ടിയത്. അത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. 180. അപ്പോൾ ഈ പറഞ്ഞ പോലെ 165 നിന്നാണെങ്കിലും 75 80 15 പോയിൻ്റ് ഇവിടെ ഓൾറെഡി ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് റെഡിലേക്കും കൂടെ കയറിയാലാണ് നമുക്കൊരു കൺഫേം ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. 30 മിനിറ്റിൽ ഗ്രീൻ ആണെന്നും പറഞ്ഞിട്ട് എല്ലാം ഗ്രീൻ ആവണമെന്നില്ല. അപ്പോൾ പലരും ഇപ്പോൾ 30 മിനിറ്റിൻ്റെ RSI വെച്ചിട്ട് ഇവിടെ മൂവ്മെൻ്റ് ആണെന്നും പറഞ്ഞിട്ട് അവിടെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ RSI അടുത്ത ക്യാനിൽ ഫോം ആകുമ്പോൾ അടുത്ത RSI നിൽക്കുന്ന ചിലപ്പോൾ 225 താഴെ ആയിരിക്കും. അപ്പോൾ 225 താഴെ ഈ യെല്ലോ ലൈൻ RSI നിൽക്കുമ്പോൾ 5 മിനിറ്റിൻ്റെ RSI മേ ബി 182-ൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ച് താഴത്തോട്ട് പോരാം. അവിടെയൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ആ സമയത്ത് മാർക്കറ്റിൻ്റെ മൂവ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ 182 ഏകദേശം ടാർഗറ്റ് SMA മാർക്കറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 182 ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ ഒരു വിക്ക് 185ലേക്ക് അടിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 206 ആയിരിക്കും. $70 മുതൽ $86 വരെ ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ റൈഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 206-ലായിരിക്കും മാർക്കറ്റ് പോകണം. അപ്പോൾ നമ്മൾ ഏത് സമയത്തും മാർക്കറ്റ് തിരിയുക, അതായത് സിയിലേക്ക് മാർക്കറ്റ് ഏത് സമയത്തും ഡൈവർജൻസ് ആവാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. ഇവിടെ ഒരു പിൻബാർ വന്നിട്ടുണ്ട്, 50 മിനിറ്റ്സിലും പിൻബാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇത്രയും എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ലാത്ത എൻട്രിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ അനലൈസ് ചെയ്ത് ഒരു കോൺഫിഡൻറ്റ് ലെവലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു 156 എന്നൊക്കെ നമുക്ക് എൻട്രി എടുത്താലും 66 76 86 30 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇവിടം വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതവിടെ നിൽക്കട്ടെ, ആരോ എന്തായാലും ഇവിടെ കിടക്കട്ടെ. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. 2 വ്യൂ നമ്മൾ വളരെ പക്ക വ്യൂ ആയിരുന്നു. 2 വ്യൂ ഓക്കെ. 2 മിനിറ്റിൻ്റെ RSI എനിക്ക് സ്ക്രീനിൻ്റെ ചില കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്.
അപ്പോൾ 2 മിനിറ്റിൻ്റെ RSI അത് വെച്ച് നോക്കുമ്പോഴും പക്ക എൻട്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 150 മുതൽ 185 വരെ. ഈ റൈഡ് RSI ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് കിട്ടിയാലും അതൊരു 206 വരെയൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ഹൈ ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 206 മൂവ് ചെയ്യണത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് 25,180 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് സ്പേസ് ഇട്ടിട്ടുണ്ട്, റെസിസ്റ്റൻറ്റ്. അപ്പോൾ അത് അടുത്ത സമയത്തോടു കൂടിയാണ്. ശരിക്കും 10 മണിക്കാണ് നമ്മളുടേത് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് നിൽക്കുന്നത്. 9:59 കണ്ടോ. നമ്മളെല്ലാ വീഡിയോയിലും നമ്മളുടെ ടാർഗറ്റ്, അതായത് നമ്മൾ നോക്കുന്നൊരു ടാർഗറ്റ് 9:55-നും 10 മണിക്കും ഇടക്ക് ഏതെങ്കിലും ഒരു ടാർഗറ്റിലായിരിക്കും മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ആഴ്ചയിൽ എല്ലാ വീഡിയോയിലും ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ടാർഗറ്റിലായിരിക്കും ഹിറ്റ് ചെയ്ത് നിൽക്കണമെന്ന്. അപ്പോൾ അത് അക്യുറസി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഇതൊരു ഡോജി പോലത്തെ ക്യാൻഡിലാണ്. അപ്പോൾ അവിടെ ഈ ഹൈ വന്നപ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ ആയതാണ്. അതുകൊണ്ട് ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അടുത്തത് 206 പോകുന്നത്. ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും കിട്ടി 150 നിന്നാണെങ്കിലും 185 വരെ, എൻ്റെ കണക്കിൽ 35 പോയിൻറ്റ്. അപ്പോൾ എനിവേ സമയം 46 മിനിറ്റായി. നമ്മൾ ഏകദേശം എല്ലാ വീഡിയോയും ഒരു ട്രിഗർ പ്രൈസ് ആക്കിയിട്ട് ഇതിപ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ട് SMA വരണം കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കതിന് ഇതൊരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട്, അപ്പോൾ കൂടുതൽ അറിയാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.